ഹലോ ഡിയർ സ്റ്റുഡൻസ്, SL ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതിൻ്റെ കൂടെ ആദ്യത്തെ ഒരു ക്ലാസ്സും അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നു. ആ വീഡിയോയെക്കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളത് കണ്ടതിനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിച്ചതിനും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു അഭിപ്രായങ്ങൾ വീണ്ടും പെട്ടെന്ന് തന്നെ പുതിയ ചില വീഡിയോകളൂടെ ചെയ്യാൻ തീർച്ചയായിട്ടും എനിക്ക് വലിയ ഒരു ഊർജ്ജമാണ് നൽകിയത്. അതുകൊണ്ട് ഞാൻ പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. അതോടൊപ്പം കുറച്ച് പേര് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ സൗണ്ടും വീഡിയോയൊക്കെ ബന്ധപ്പെട്ട് ചില ക്ലാരിറ്റി പ്രശ്നങ്ങളും മറ്റുമൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. വളരെയധികം സന്തോഷം നിങ്ങളതങ്ങനെയൊക്കെ പറഞ്ഞു തന്നതിൽ. പക്ഷേ ഞാനിത് എൻ്റെ മൊബൈലിൽ തന്നെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്സുകളൊക്കെ അതിലുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഞാൻ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചെറുതായിട്ടുള്ള ചില ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ വരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കാണുക. അതോടൊപ്പം ഇത് മാറ്റം വരുത്താൻ നിങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്നെ അറിയിച്ച് തരിക. ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സെക്കൻഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ? ഓക്കെ. എ കാർ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. What is the distance travelled in 1 revolution? What is its displacement in 1 revolution? What does the speedometer of the car measure? Can a body have acceleration without velocity? Explain. അപ്പോൾ ഇങ്ങനെ മെക്കാനിക്സിൻ്റെ തന്നെ വളരെ ബേസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് മെക്കാനിക്സിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന 2 ക്വാണ്ടിറ്റികളാണ് അല്ലേ? ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ബോഡികളുടെ മോഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ബോഡി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. എന്താണ് അതിൻ്റെ ഡിസ്റ്റൻസ്? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ടോട്ടൽ പാത്ത് ലെങ്ത്, അത് ആകെ സഞ്ചരിച്ച വഴി. ബോഡി പലപ്പോഴും ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ ബോഡികൾക്ക് സഞ്ചരിക്കാം. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോഡിക്ക് വേറൊരു പോയിന്റിൽ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകാനോ. വെഹിക്കിൾസ് ഒക്കെ സഞ്ചരിക്കുന്നത് വളവും തിരിവൊക്കെയുള്ള റോഡിലൂടെയൊക്കെയാണ് അല്ലേ? അപ്പം അതാകെ പോയ ആ പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത്തും അളക്കുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുക. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ ആ മോഷൻ്റെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രം നോക്കിയാൽ മതി. ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റിയാൽ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു കാറ് ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ ഒരു പാത്തിലാണ് ഒരു കാറ് മൂവ് ചെയ്യുന്നത്, ലൈക്ക് എ സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നു, r എന്നാണ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ആ കാറ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, A എന്നൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് അതൊരു 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്താൽ, എന്ന് വെച്ചാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലേക്ക് തന്നെ തിരിച്ചെത്തിയാൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഈ പാത്തിൻ്റെ ലെങ്ത് മുഴുവൻ നമ്മൾ നോക്കണം, ടോട്ടൽ പാത്ത് ലെങ്ത്. അപ്പോൾ എന്തായി? ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ഈ സർക്കംഫറൻസ് നീളം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് 2πr എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ആ കാറിനുണ്ടായ ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് 2πr ആണ്. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റോ ശ്രദ്ധിക്കണം, ഈ പോയിന്റ് നിന്നാണ് തുടങ്ങിയത് അല്ലേ? പക്ഷെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ബോഡി അവിടെ തന്നെ തിരിച്ചെത്തിയില്ലേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും അവസാനിച്ച പോയിന്റും ഒന്ന് തന്നെ. അപ്പോൾ ആ പോയിന്റുകൾക്കിടയിൽ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇല്ല. അതായത് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ആ കാറിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ ചോദിക്കാത്ത വേറെ 1-2 കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത് ചോദിക്കുകയാണ്, ഫുൾ റെവല്യൂഷന് പകരം ഹാഫ് റെവല്യൂഷൻ എന്നായിരുന്നു ചോദിച്ചതെങ്കിലോ? ഒരു കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് റെവല്യൂഷനായി. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര? ടോട്ടൽ ലെങ്ത് അല്ലേ 2πr എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് റെവല്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ 2πrന്റെ പകുതി എടുത്താൽ പോരെ. അപ്പോൾ ഫോർ ഹാഫ് റെവല്യൂഷൻ നമുക്ക് പറയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πrന്റെ ഹാഫായ
πr ആയിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെയാണ് എൻഡ് ചെയ്തത്. ഈ പോയിന്റുകൾക്ക് ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അങ്ങനെ വരച്ചാൽ നമുക്കത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കില്ലേ? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2r ആണ്. അപ്പോൾ അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 2r. അപ്പോൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ, ഒന്നും കൂടി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഇതിന്റെ ഒരു 1/4 റെവല്യൂഷൻ എടുത്താലോ? ഇവിടം തൊട്ട് ഇവിടം വരെ കാറ് പോയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും 1/4 റെവല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ടോട്ടലിന്റെ 1/4 ആയിരിക്കും ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr എന്ന ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 1/4 എടുത്താൽ മതി. നമ്മളിവിടെ 1/2 എടുത്തതുപോലെ 1/4 എടുക്കണം. അപ്പൊ നമുക്ക് ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നു. ഇത് πr/2 ആയിരിക്കും. ശരിയല്ലേ? അവിടെ ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ നമ്മളൊന്ന് നോക്കണം. ബോഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ബോഡി ഇവിടത്തേക്ക് എത്തി. എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ആണ്? ഒരു എൻട്രൻസിലേക്കൊക്കെ പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവും. ഒന്നുമില്ല, ഇവിടുന്ന് ഇവിടത്തേക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം അല്ലേ? ഇവിടുന്ന് ഇവിടത്തേക്ക് സ്ട്രൈറ്റ് ലൈൻ. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണല്ലോ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. അപ്പോൾ ഇത് എത്ര എന്നാണ് കിട്ടേണ്ടത്? അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ പോയാൽ ഈ ട്രയാങ്കിള് സെൻട്രുമായിട്ട് മേക്ക് ചെയ്യുന്നൊരു ട്രയാങ്കിൾ ആയിരിക്കും. ഇത് r എന്ന റേഡിയസ് ആണ്, ഇതും r എന്ന റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം ഈ സൈഡ് നമ്മൾ കണ്ടാൽ നമുക്ക് കിട്ടും അത് √r² പ്ലസ് r² ആയിരിക്കും. അതായത് √2r² ആയിരിക്കും. അതായത് √2r ആയിരിക്കും. അപ്പോൾ 1/4 ആണ് റെവല്യൂഷൻ ഉണ്ടായതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പറയാം √2r ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യന് ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? ഐഡിയ ക്ലിയർ ആണല്ലോ? അതിൽ അടുത്ത പാർട്ടായിട്ട് ചോദിച്ചത് ഒരു കാറിൻ്റെ സ്പീഡോമീറ്റർ. നമുക്കറിയാം എല്ലാ വെഹിക്കിൾസിലും, കാറായാലും ബൈക്കായാലും എല്ലാം നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2-3 മീറ്റർ ഡയലുകൾ കാണാം. പെട്രോളിൻ്റെ റീഡിങ് കാണിക്കുന്നത്, അതിൻ്റെ സ്പീഡ് കാണിക്കുന്നത്. അപ്പോൾ ആ മീറ്ററാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡോമീറ്റർ എന്തിനെ കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്പീഡിനെയും വെലോസിറ്റിയെയും നമ്മൾ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, ഇൻസ്റ്റന്റാനിയസ് സ്പീഡ് ആൻഡ് ആവറേജ് സ്പീഡ്. ഇതിനൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതിൽ നമ്മളൊരു കാറിൻ്റെ ഒരു സ്പീഡോമീറ്ററിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അതൊരു ഇൻസ്റ്റന്റിലെ സ്പീഡ് മാത്രമാണ്. ഇപ്പോൾ കാറ് പല സമയത്തും സ്പീഡ് കൂടിയും സ്പീഡ് കുറഞ്ഞും ഒക്കെ സഞ്ചരിക്കുന്നുണ്ടാവും റോഡിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ സ്പീഡോമീറ്ററിലേക്ക് നോക്കുന്ന ഒരു സമയത്ത് ആ റീഡിങ് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് 40 km/h അവിടെ നിൽക്കുകയായിരിക്കാം. എല്ലായ്പ്പോഴും അവിടെ തന്നെ നിൽക്കണമെന്നില്ലല്ലോ. സ്പീഡ് കൂടുമ്പോൾ അത് 40-ൽ നിന്ന് 50-ലേക്കും 60-ലൊക്കെ പോകാം അല്ലേ? ശരിയല്ലേ? സ്പീഡ് കുറയുമ്പോഴോ അത് 30-ലേക്ക് കുറഞ്ഞു വരാം. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? അത് ഇൻസ്റ്റന്റാനിയസ് സ്പീഡായിരിക്കും. അപ്പം സ്പീഡോമീറ്റർ റീഡ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? ഇൻസ്റ്റന്റാനിയസ് സ്പീഡായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുകയാണ് ക്യാൻ എ ബോഡി ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ ഉണ്ട്, വെലോസിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എക്സാമ്പിൾ ആണ്. നമ്മളൊരു ബോഡിയെ മുകളിലേക്ക് എറിഞ്ഞു. എ ബോഡി ഈസ് ത്രോൺ അപ്വാർഡ്സ്. ഒരു കല്ലെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് എറിയാണ് നമ്മൾ. മുകളിലോട്ട് എറിയുമ്പോൾ നമുക്കറിയാം അത് എറിഞ്ഞത് മുതൽ പിന്നെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുക അല്ലേ? മുകളിലോട്ടേക്ക് പോകുമ്പം കുറച്ച് കഴിയുമ്പോൾ അത് താഴോട്ടേക്ക് തന്നെ വീണങ്ങ് പോരും. അപ്പം എപ്പോഴും ഇങ്ങനെയാണ്. ത്രോ ചെയ്ത ബോഡി അപ്വേർഡ് മോഷനിൽ വെലോസിറ്റി കുറയും. നേരെ തിരിച്ച് ഇനി താഴോട്ടേക്ക് വീഴുമ്പോഴോ അതിൻ്റെ വെലോസിറ്റി കൂടാനും തുടങ്ങും. അപ്പോൾ ഈ 2 പോയിന്റുകൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കുറഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തി പിന്നെ മുകളിലേക്ക് പോകാൻ പറ്റാതെ അയാൾ തിരിച്ചു വീണങ്ങ് പോരും. ആ മുകളിലെത്തി നിൽക്കുന്ന ഒരു ഇൻസ്റ്റന്റ് വളരെ ചെറിയ സമയമായിരിക്കും. അത് ജസ്റ്റ് അവിടെ നിന്ന് നിന്നു എന്ന് നമുക്ക് തോന്നും, പിന്നെ വീണങ്ങ് പോരും. നമ്മളതൊരു വേണമെങ്കിൽ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്ലോ മോഷനിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ നമുക്ക് എന്താ കാണാൻ കഴിയുക? ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വളരെ പതുക്കെ ഇങ്ങനെ പോവാണ്. ടോപ്പിലെത്തി ഒന്ന് നിന്നു താഴേക്ക് വീണങ്ങ് പോന്നു. അപ്പൊ അങ്ങനെ വളരെ ചെറിയ സമയമുണ്ട് അവിടെ അല്ലേ? ആ നിന്നു എന്ന് പറഞ്ഞാൽ എന്തായി? വെലോസിറ്റി 0 ആയി.
ആ ഇൻസ്റ്റൻറ്റിൽ മാത്രം, വളരെ ചെറിയ സമയത്തേക്ക്. പക്ഷെ അപ്പോഴും ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ട്. അതിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഫക്റ്റ് ചെയ്യും. അത് നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ആ ബോഡി പെട്ടെന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ നമുക്ക് പറയാം വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ നോൺ 0 ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പല പാർട്ടായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? മോഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. മോഷൻ ഈസ് കോമൺ ടു എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് ടൈം. ദി സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഗിവ്സ് ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, മൊമെന്റം. ഓക്കെ, കണ്ടല്ലോ. അപ്പം ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളെ മെക്കാനിക്സിൽ ഈ ചാപ്റ്ററിൽ മാത്രമല്ല പല ചാപ്റ്ററിലും ഫിസിക്സിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം. ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനും പല ക്വാണ്ടിറ്റികളുടെ പരസ്പരമുള്ള കണക്ഷൻസ് പറയാനും ഒക്കെ നമുക്ക് ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന ചില ഗ്രാഫുകൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കിങ്ങനെ പരിചയപ്പെടാം. പറയുകയാണ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്. ഏത് ഗ്രാഫ് തരുമ്പോഴും നമുക്ക് മെയിനായിട്ട് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും കണ്ടുപിടിക്കാനുണ്ടാവുക. ഒന്നുകിൽ ആ ഗ്രാഫിന്റെ താഴ്ഭാഗത്ത് വരുന്ന ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയും. ചില ഗ്രാഫുകളിൽ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ്. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് രണ്ട് ഇൻഫർമേഷൻസ് ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് പൊസിഷൻ ടൈം ഗ്രാഫാ. നമ്മളെപ്പോഴും ടൈം എന്ന ക്വാണ്ടിറ്റി മിക്കവാറും എല്ലാ ഗ്രാഫുകളിലും നമ്മൾ എക്സ് ആക്സിസിലാണ് ടൈമിനെ നമ്മൾ കാണിക്കുക. ഇവിടെയാണ് നമ്മൾ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. പൊസിഷനെ കാണിക്കാൻ പലപ്പോഴും നമ്മൾ എക്സ് എന്നൊരു സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് എക്സ് ആക്സിസ് എന്ന മീനിങ് ഇല്ലേ? ഇത് എക്സ് എന്ന സിമ്പിൾ കാണിക്കുന്നത് പൊസിഷനെയാണ്. എന്നിട്ട് സ്ലോപ്പ് ഉള്ള ഒരു ഗ്രാഫാന്ന് വിചാരിച്ചോ, നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു വന്നിട്ട് സ്ലോപ്പ് ഉള്ള. അപ്പം മാത്സിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് എന്നാണ്. ഇതൊരു മാത്സിൽ ഒരു ഇക്വേഷനാണ്. എല്ലാ സ്ലോപ്പും നമ്മൾ ഇങ്ങനെയാണ് കാണുക. വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ആരാ നോക്കണം, അതിൻ്റെ ചേഞ്ച് എടുക്കണം. അതുപോലെ എക്സ് ആക്സിസിലും ഇവിടെ നമുക്ക് നോക്കാം. വൈ ആക്സിസിൽ പൊസിഷൻ അല്ലേ ഉള്ളത്. അപ്പോൾ ഡെൽറ്റ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആയിരിക്കും അത്. കാരണം വൈ ആക്സിസ് നമ്മൾ കാണിച്ചിരിക്കുന്നത് പൊസിഷൻ ആണ്. ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് എന്താണ്? ചേഞ്ച് ഇൻ ടൈം. എന്താണ് ചേഞ്ച് ഇൻ പൊസിഷൻ? പൊസിഷനിലുള്ള മാറ്റം. അതായത് ഒരു ബോഡി ആദ്യം ഇവിടെയായിരുന്നു, പിന്നെ ഇവിടത്തേക്ക് എത്തി. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോയാൽ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ, പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വലാ. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ഒരു ടൈം തന്നെയാണ് അല്ലേ? ചേഞ്ച് ഇൻ ടൈം ഈസ് ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ എന്ത് കിട്ടി? സ്ലോപ്പ്. സ്ലോപ്പ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. A car starts accelerating from rest for some time, moves with a uniform velocity for some time, and comes to rest with a uniform retardation. Draw the velocity time graph of the car. അതിൻ്റെ കൂടെ മറ്റൊരു ക്വസ്റ്റ്യൻ. A car covers the first half of the distance between two places at a speed of 40 km/h and the second half at 60 km/h. Calculate the average speed of the car. Okay. അപ്പോൾ നമ്മളോടൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒന്ന് രണ്ട് ടേമുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആക്സിലറേഷനെ കുറിച്ച്, ഡീസിലറേഷനെ കുറിച്ച്. അപ്പോൾ മെക്കാനിക്സിൽ നമ്മൾ വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ്. വെലോസിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി മാറുക. കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ചേ. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് മാറുക. ഒരു വെഹിക്കിളിനെ കുറിച്ച്, നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? കാറിലും ബൈക്കിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ബൈക്കിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാലോ, ബൈക്കിൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ മുകളിൽ നമ്മൾ പിടിച്ച് തിരിക്കുന്ന ഒരു സാധനമുണ്ട് അല്ലേ? അതിൻ്റെ പേര് തന്നെ ആക്സിലറേറ്റർ എന്നാണ്. ആക്സിലറേറ്റർ അതാണ് നമുക്ക് പഠിക്കാനുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ അത് പിടിച്ച് തിരിച്ചാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാറ്? ആ സ്കൂട്ടർ കൂടുതൽ സ്പീഡിൽ പോകാൻ തുടങ്ങും അല്ലേ? അപ്പോൾ വെലോസിറ്റിയുടെ ഒരു ചേഞ്ചാണ്.
ഇനി നമ്മൾ നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാറ്? ആക്സിലറേറ്ററിൽ നിന്ന് പിടുത്തം വിടുകയും ചെയ്യും, അതേസമയം ബ്രേക്സ് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെഹിക്കിൾ ബ്രേക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. അപ്പം വെലോസിറ്റി, സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും കാണുന്ന മോഷനിൽ പലപ്പോഴും കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലറേഷൻ എന്നൊരു ടേം പഠിക്കുന്നത്. ആക്സിലറേഷൻ 2 ടൈപ്പ് ഉണ്ട്. ആക്സിലറേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ പേര് ശരിക്കും പോസിറ്റീവ് ആക്സിലറേഷൻ എന്നാണ്. അതായത് ഒരു ബോഡിയുടെ വെലോസിറ്റി, അതായത് സ്പീഡ്, വെലോസിറ്റി കൂടുകയാണെങ്കിൽ നമ്മൾ പറയും ആക്സിലറേഷൻ ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. നേരെ തിരിച്ച് ഒരു ബോഡിയുടെ വെലോസിറ്റി കുറയുകയാണെങ്കിലോ, നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയുടെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് വെലോസിറ്റി കുറയ്ക്കുകയാണെങ്കിലോ ആ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ആക്സിലറേഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് റിട്ടാർഡേഷൻ, ഡീസിലറേഷൻ എന്നും പറയാം. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒരു ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ്, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ്. അപ്പോൾ ഇനി വെലോസിറ്റി ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെയും കാണാം. അപ്പോൾ നമ്മൾ പറയും ആക്സിലറേഷൻ 0. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ഗ്രാഫിൻ്റെ ആക്സിസുകൾ ആദ്യം കാണാം. ടൈം എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിലാണ് എടുക്കാറ്. വെലോസിറ്റി നമുക്ക് ഇവിടെയും കാണിക്കാം. എന്നിട്ട് പറയുന്നു എ കാർ സ്റ്റാർട്ട്സ് ആക്സിലറേറ്റിംഗ് ഫ്രം റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. റെസ്റ്റിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കമുള്ള വെലോസിറ്റി 0 ആയിരിക്കണം അല്ലേ. അപ്പം വെലോസിറ്റി 0യിൽ നിന്ന് തുടങ്ങുന്നു. ആക്സിലറേറ്റ്സ്, അതായത് വെലോസിറ്റി കൂടുന്നു ഫോർ സം ടൈം, കുറച്ച് സമയം വരെ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗ്രാഫിൽ ഇങ്ങനെ വരച്ചാൽ ടൈം എന്തായാലും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും, അതിൻ്റെ കൂടെ വെലോസിറ്റിയും കൂടി. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയായി. കുറച്ച് സമയത്തേക്ക് പിന്നെ പറയുന്നു ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കൂടാനും പാടില്ല കുറയാനും പാടില്ല, വൈ ആക്സിസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ വൈ ആക്സിസ് കോൺസ്റ്റന്റ്, ടൈം പിന്നെയും മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് സമയം വരെ അങ്ങനെ പോയി. Then it decelerates for some time. Decelerate എന്ന് പറയുമ്പോൾ എന്തായി? അതിൻ്റെ വെലോസിറ്റി കുറയുന്നു. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കാം. വേണമെങ്കിൽ നമുക്ക് അതിനെ കുറഞ്ഞ് വന്നിട്ട് 0 വരെ എത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളൊരു വെഹിക്കിളിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആ വെഹിക്കിൾ സ്റ്റോപ്പ് ആകുമല്ലോ അല്ലേ. സ്റ്റോപ്പ് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആകും. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു 0 ആയി. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ കാറിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് തന്നിരിക്കുന്നത് ഒരു കാറ് ഒരു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് ഹാഫ് ദൂരം, ടോട്ടൽ ദൂരത്തിൻ്റെ, അപ്പോൾ അതാണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ദൂരത്തിൻ്റെ ഹാഫ്. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ 2 ദൂരം ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ. ഞാൻ ആദ്യത്തെ ദൂരത്തിന് എസ് എന്ന് വിളിക്കുന്നു, പിന്നത്തെ ദൂരത്തിന് എസ് എന്ന് വിളിക്കുന്നു. അത് 2 കവർ ചെയ്യുന്ന 2 വെലോസിറ്റി തന്നിട്ടുണ്ട്, 2 സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു ഭാഗം 40, ഇവിടം തൊട്ട് ഇവിടം വരെ അതൊരു 40 km/hലാണ് വന്നത്. പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ 60 km/hലാണ് വന്നത്. ആവറേജ് സ്പീഡ് എന്തെന്നാണ് ചോദ്യം. ഇത് ചിലപ്പോൾ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ആവറേജ്, ശരാശരി എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ആ 2 സ്പീഡ് വാല്യൂ തന്നിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യാം, അതിനെ ആഡ് ചെയ്ത് /2 നമുക്ക് കൊടുക്കാം, അപ്പോൾ ആവറേജ് ആവും. നോ, അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ആവറേജ് സ്പീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് അതിനെ ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആവറേജ് സ്പീഡ് കാണാൻ പറ്റുള്ളൂ. ആവറേജ് സ്പീഡ് കാണുന്ന ഇക്വേഷനാണ് നമ്മൾ ഇങ്ങനെ എഴുതും. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എസ്, ഇതും എസ്, കാരണം ടോട്ടൽ 2s ആണെങ്കിൽ നമ്മൾ പകുതി എന്ന് എടുത്തതാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായി? എസ് പ്ലസ് എസ്, 2 ദൂരം, ഈ ദൂരവും ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടൈമിനെ കുറിച്ച് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവുക. തൽക്കാലം നമുക്ക് ഒരു ടൈമിനെ T1 എന്നും മറ്റൊരു ടൈമിനെ T2 എന്നും വിളിക്കാം. ഒരേ ടൈമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ എസും എഴുതിയത്. പക്ഷെ ടൈം എന്താണെന്ന് അറിയില്ല. ടൈം കാണാൻ പക്ഷേ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പീഡിന് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്.
ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ദെർഫോർ ടൈം ഇങ്ങോട്ട് മാറ്റുക, ഇതിങ്ങോട്ട് മാറ്റിക്കോളൂ. അപ്പോൾ അത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നായി. അപ്പോൾ നമുക്ക് ടൈം കാണാൻ ഇങ്ങനൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ടൈം കാണാൻ ഇവിടുത്തെ ഒരു ടൈം കാണണം, ഇവിടുത്തെ ഒരു ടൈം കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ ന്യൂമറേറ്ററിൽ എസ് പ്ലസ് എസ് 2s ആയി മാറി ബൈ. ഈ ടൈം കിട്ടണമെങ്കിൽ നമുക്കൊരു എസ് ബൈ വി എന്ന് കൊടുക്കണം. എസ് എന്താ? എസ് തന്നെ ബൈ വി എത്ര? 40 km/h പ്ലസ്. വീണ്ടും അടുത്ത ടൈം കാണണം, ഇവിടുത്തെ ടൈം വീണ്ടും ഒരു എസ് ബൈ വി. എസ് എന്താ? രണ്ടാമത്തെ എസ് തന്നെ ബൈ രണ്ടാമത്തെ വിയോ നമുക്ക് അവിടെ 60 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പം ദിസ് ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ രണ്ടിലും എസ് കോമൺ ടേം ആയതുകൊണ്ട് അത് നമുക്കൊന്ന് പുറത്തേക്ക് എഴുതാം. അപ്പോൾ ബാക്കിയുള്ളത് 1/40 പ്ലസ് 1/60 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എസ് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എന്തായി? 2 ഡിവൈഡഡ് ബൈ, ഇവിടെ 1/40 പ്ലസ് 1/60 അതൊന്ന് LCM എടുത്ത് ചെയ്ത് നോക്കിയാലോ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 60 പ്ലസ് 40, സോ 60 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 60. 40 ഇൻറ്റു 60, 40 ഇൻറ്റു 60. സി നമുക്ക് ബാക്കി ഇവിടെ എഴുതാം. അപ്പോൾ 2 ഇൻറ്റു നമുക്കൊരു കാര്യം ചെയ്യാം, ഡിനോമിനേറ്ററിൽ വന്ന ഈ ടേമോ മാത്സിൽ അത് ന്യൂമറേറ്ററിലേക്ക് വരേണ്ട ആളാണ്. സോ ദിസ് ഈസ് ഈ 2 ഉണ്ട്, പിന്നെ ഇതങ്ങ് മുകളിലേക്ക് വരും. സോ ദിസ് വിൽ ബി 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40 ഉണ്ട്, ദാറ്റ് ഈസ് 100. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 0 കട്ട് ചെയ്യാം, ഈ 0 കട്ട് ചെയ്യാം. എളുപ്പമായി കാര്യങ്ങൾ. 2 ഇൻറ്റു 4 ഇൻറ്റു 6, 2 ഇൻറ്റു 4 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ആൻസർ 3 ആയി, 48. സോ ആൻസർ ഈസ് 48 km/h എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതേസമയം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് കൂടെ നമുക്ക് നോക്കാം. ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് ചില പ്രത്യേക കണ്ടീഷൻസ് എപ്പോഴും ഉണ്ടാവും. ഇവിടെ പറഞ്ഞതുപോലെ ഒരു ബോർഡ് ട്രാവൽ ചെയ്യുന്ന 2 സ്പീഡ് തന്നിട്ടുണ്ട്. പക്ഷേ ആ 2 സ്പീഡിലും അത് കവർ ചെയ്ത ഡിസ്റ്റൻസുകൾ സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇതിൽ നമുക്ക് നേരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 ഇൻറ്റു v2, ദാറ്റ് ഈസ് 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2, ദാറ്റ് ഈസ് 40 പ്ലസ് 60. അപ്പോൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ 100 ആയി. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഈ 2 0 ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 4 ഇൻറ്റു 6 ആൻസർ എളുപ്പത്തിൽ കിട്ടി. എന്താണ് ആൻസർ? 48 km/h. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. Draw the velocity time graph of a body moving with uniform acceleration and initial velocity u. Using the above graph, obtain the equation for displacement in time t. ഓക്കെ, വീണ്ടും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനും അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനുമാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ 2 യൂസേജ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു തരാം. വെലോസിറ്റി ടൈം ഗ്രാഫ് അത് ഏത് ഷേപ്പിലാവട്ടെ, ചിലപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ തരാം, ടി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാവാം, വെലോസിറ്റി ടൈം. അല്ലെങ്കിൽ മറ്റൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് തരികയാണ്, ഇവിടെ ഇങ്ങനെ ടി ഉണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഗ്രാഫ് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു. അപ്പോൾ പലതരത്തിലുള്ള മോഷൻസിനെയുമാണ് നമ്മളിങ്ങനെ പലതരം ഗ്രാഫ് ഉപയോഗിച്ച് കാണിക്കുക. 2 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുക. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എപ്പോഴും ആക്സിലറേഷൻ ആയിരിക്കും. നേരത്തെ നമ്മൾ സ്ലോപ്പ് കാണാൻ ഉപയോഗിച്ചൊരു സൂത്രം ഓർമ്മയില്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വരിക? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ആക്സിസ്, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി, ബൈ ചേഞ്ച് ഇൻ x ആക്സിസ് ടൈം.
ഡെൽറ്റ വി ബൈ ടി ഇതാണല്ലോ ആക്സിലറേഷൻ. സിമ്പിൾ ആണ്. നോക്കൂ, അപ്പോൾ ഏത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാലും അത് ആക്സിലറേഷൻ ആയിരിക്കും. ഇവിടെയും നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഗ്രാഫിന് 3 പാർട്ട് ഉണ്ട്, ഓരോ ഭാഗത്തും വേറെ വേറെ സ്ലോപ്പാണ് എന്ന് മാത്രം. അതേസമയം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ, അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിന്റെ അണ്ടർ ഏരിയ കാണാം, ഇത്രയും പോർഷൻ ഇതിന്റെ ഏരിയ കാണാം. അതല്ലെങ്കിൽ ഈ ഗ്രാഫിലേക്ക് വരുമ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തുള്ള ഈ മുഴുവൻ ഏരിയ കാണാം. ഏരിയ കണ്ടാൽ ഏരിയ നമുക്ക് തരുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ ആയിരിക്കും. ഈ 2 പോയിന്റും ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അതിനൊരു യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്, ഒരു ഇനീഷ്യൽ വെലോസിറ്റിയും ഉണ്ട്. യൂണിഫോം ആക്സിലറേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ? അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് യൂണിഫോം ആയിട്ടായിരിക്കണം. ഇപ്പൊ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഇൻക്രീസ് ഇപ്പൊ എങ്ങനെയൊക്കെ ചെയ്യാം? വെലോസിറ്റി വേണമെങ്കിൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാം. ഒരു വെഹിക്കിളിൻ്റെ ഇപ്പം ബൈക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന 2 രീതികൾ. ചില ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും. അവർ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അതേസമയം ചില ആൾക്കാരെ വണ്ടി എടുക്കുക നമുക്കാണ് ആക്സിലറേഷൻ പെട്ടെന്ന് ഇങ്ങനെ ആ വണ്ടിയുടെ ആക്സിലേറ്റർ ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ചാടി പോകുന്ന പോലെയൊക്കെ വേഗം പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ തന്നെ പലതരത്തിലുണ്ട്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഇൻക്രീസ്, വെലോസിറ്റി അല്ലേ, വെലോസിറ്റിയുടെ ഇൻക്രീസ് യൂണിഫോം ആയിട്ടായിരിക്കണം. അപ്പോൾ ഒരു യൂണിഫോം ഇൻക്രീസ് ആണ് നമുക്ക് ആക്സിലറേഷൻ വെലോസിറ്റിയിൽ കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു ആക്സിലറേഷൻ ആണ്. അതേസമയം ക്വസ്റ്റ്യനിൽ പറയുകയാണ് ബോഡിക്ക് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. എന്താണ് ഇതൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം? ഇതൊക്കെ നമ്മളിങ്ങനെയാണ് ഗ്രാഫിൽ കാണിക്കുക. വെരി സിമ്പിൾ. നമുക്ക് ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ആക്സിസ് ഒന്ന് കാണിക്കാം. ഇതാണ് ടൈം, ഇതാണ് വെലോസിറ്റി. ആക്സിലറേഷൻ ആണല്ലോ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഇങ്ങനെ കൂടണ്ടേ? കൂടുന്നത് 0-ൽ നിന്നല്ല. നമ്മൾ നേരത്തെ ഒക്കെ പലപ്പോഴും ഗ്രാഫ് വരച്ചപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ വരച്ചു തുടങ്ങിയത്. സിമ്പിൾ, കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വരച്ചോ. അപ്പൊ ഇതും വെലോസിറ്റിയുടെ ഇൻക്രീസ് തന്നെയാണ്. ഓക്കെ, ഇവിടുന്ന് വരച്ചാലും വെലോസിറ്റി ഇൻക്രീസ് തന്നെയാ. പക്ഷേ ഇതിന്റെ വ്യത്യാസം എന്താണ്? ഇതിന്റെ വെലോസിറ്റി കൂടി തുടങ്ങുന്നത് 0-ൽ നിന്നല്ല, ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്നാണ്. ദെൻ അതിങ്ങനെ കൂടി ഇവിടം വരെ എത്തി, ഒരു ഫൈനൽ വെലോസിറ്റി വരെ എത്തി. അപ്പോൾ ആ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഈ ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും. അതിനുവേണ്ടി ഇതിന്റെ ഏരിയ കിട്ടാൻ ഞാൻ ഇതിനെ നേരെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പൊ ഇങ്ങനൊരു ഷേപ്പാണ് അല്ലേ? ഈ ഷേപ്പിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ ഇതിനെ 2 പോർഷനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്തുള്ള സൗകര്യം എന്താ? കട്ട് ചെയ്താൽ നമുക്ക് ഇത്രയും ഭാഗം കറക്റ്റ് ഒരു ട്രയാങ്കിൾ ആയില്ലേ, ദെൻ താഴ്ഭാഗം ഇതൊരു റെക്റ്റാങ്കിളും ആയില്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് സൗകര്യമുണ്ട്? ഏരിയ കാണാൻ റെക്റ്റാങ്കിളിനും ട്രയാങ്കിളിനും ഒക്കെ നമുക്ക് ഇക്വേഷൻസ് അറിയാം. അപ്പോൾ ഞാൻ ഇതിനെ ഏരിയ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഏരിയ 2 എന്ന് വിളിക്കുന്നു. ആദ്യം നമ്മൾ എഴുതുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് വി ടി ഗ്രാഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഏരിയ 1 പ്ലസ് ഏരിയ 2. ഇതെങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ 1. ഏരിയ 1 എന്ന് പറയുമ്പോൾ അത് റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ? റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ് പ്ലസ് ഏരിയ 2. ഇത് കാണുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പാ. ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുലയാണ് ഹാഫ് BH. ഇക്വേഷൻസ് ഒക്കെ വളരെ യൂഷ്വലി നമ്മളങ്ങനെ എഴുതാം. ഈ സമയം ഇത്രയും ബോഡി മൂവ് ചെയ്ത സമയം T ആണെങ്കിൽ നമുക്ക് എങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാം. ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ആരൊക്കെയുള്ളത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗത്ത് ടൈമാണ്, ഒരു ഭാഗത്ത് U എന്ന ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം U ഇൻറ്റു T പ്ലസ് ഹാഫ്. ഓക്കെ, T
ടി വീണ്ടും നമുക്ക് കാണാം ബേസ്. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയുമല്ലേ, അത് ഇത് തന്നെയല്ലേ, ഇത് കാണിക്കുന്നത് ടൈമാണ്. ക്ലിയർ ആണല്ലോ, ഇത് ട്രയാങ്കിളിന്റെ ബേസ്, അതാണ് ഈ വാല്യൂ, അത് ടൈമാണ്. അപ്പോൾ ബേസിന്റെ സ്ഥാനത്ത് ടൈം. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന്റെ മാത്രം ഹൈറ്റ് ആണ്, മുഴുവൻ ഹൈറ്റ് അല്ലേ ചോദിക്കുന്നത്. നമുക്ക് ട്രയാങ്കിൾ ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പൊ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ വി ആ, 0 മുതൽ ഇവിടം വരെ വി ആ, ഇവിടം വരെ യു ആ, ഉണ്ടോ, ഇത്രയും യു ആ, ഇത്രയും വി ആ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം മാത്രം നമ്മൾ എടുത്താൽ അത് വി മൈനസ് യു ആയിരിക്കില്ലേ, വി മൈനസ് യു. അപ്പോൾ നമ്മൾ ഹൈറ്റിന് പകരം കൊടുക്കുന്നു വി മൈനസ് യു. ഓക്കെ, മെക്കാനിക്സിൽ ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. v ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ വി മൈനസ് യു എന്ന് കിട്ടാൻ വേണ്ടി യുവിന് ഇപ്പുറം കൊണ്ടുവന്നാൽ വി മൈനസ് യു ആയി. അപ്പോഴെന്താ ബാക്കി ഉണ്ടാവുക, എ ടി എന്ന് ബാക്കി ഉണ്ടാവും. ഈ വി മൈനസ് യു ഇവിടെ കാണുന്നുണ്ട്, അതിന് പകരം നമ്മൾ എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വി മൈനസ് യുവിന് പകരം ദാറ്റ് ഈസ് ഈക്വൽ ടു, ബാക്കിയൊന്നും മാറ്റണ്ട, ഇത് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു, ദാറ്റ് ഈസ് എ ടി. അപ്പോൾ ഇതെന്തായി ടോട്ടലി, ദിസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ്, ഒരു എ ഉണ്ട്, ടി ഇൻറ്റു ടിയും ഉണ്ട്, സോ എ ടി സ്ക്വയർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് മെക്കാനിക്സിലെ മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നറിയപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതായിരുന്നു അതിലെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് അതിലെ സെക്കൻഡ് ഇക്വേഷൻ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാമുകൾക്ക് പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയയിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. A ball is thrown vertically upwards with a velocity of 20 meter per second from the top of a building. The height of the point from where the ball is thrown is 25 meter from the ground. How high will the ball rise? How long will it be before the ball hits the ground? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന കാര്യമാണ് ഞാനിവിടെ ജസ്റ്റ് ഒരു ഡയഗ്രാമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു കല്ലിനെ നമ്മൾ എറിയാണ്, പക്ഷെ ത്രോ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്നല്ല, ഒരു ടവറിൻ്റെ മുകളിൽ നിന്നാണ് എറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചതിങ്ങനെ മുകളിലോട്ട് പോകും അല്ലേ. അപ്വേർഡ് ജേണിയിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ ഒരു മാക്സിമം പോയിന്റ് വരെ പോവാം. ദെൻ അതിങ്ങനെ തിരിച്ച് അതിങ്ങനെ ഗ്രൗണ്ടിലേക്ക് വേണമെങ്കിൽ തിരിച്ച് വീഴാം. രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്, എത്ര ഹൈറ്റ് വരെ ഈ ബോൾ പൊങ്ങി പോവാം. രണ്ടാമത് ചോദിച്ചത്, ഇത് നിലത്തെത്താൻ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എത്ര സമയം അതിങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് വേറൊരു രീതിയിൽ ചോദിച്ചാൽ ഗ്രൗണ്ടിൽ എത്താൻ അതിനാകെ എത്ര സമയം വേണം. അപ്പോൾ ആദ്യത്തെ പാർട്ട് ചെയ്യുമ്പോൾ എത്ര ഹൈറ്റ് വരെ പൊങ്ങും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബോഡിയുടെ ഈ ത്രോ ചെയ്ത മുതൽ ഇവിടം വരെയുള്ള മോഷൻ എടുക്കുക. ഞാൻ ഈ പോയിന്റിനെ എ എന്നും ഈ പോയിന്റിനെ ബി എന്നും വിളിച്ചാൽ, കൺസിഡർ മോഷൻ ഫ്രം എ ടു ബി. ആ റീജിയനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. നമ്മൾ എപ്പോഴും ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ പോയിന്റും ഒരു ഫൈനൽ പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്യണം. അതേത് എന്നുള്ളത് നമ്മുടെ സൊല്യൂഷൻ അനുസരിച്ച് നമ്മൾ ഇഷ്ടം പോലെ ഏതും ചൂസ് ചെയ്യാം കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കും മോഷൻ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്, ഇവിടെ അല്ലേ അവസാനിച്ചത്, അപ്പം ഇത് മുഴുവനും എടുക്കണ്ടേ. മുഴുവനും എടുത്ത് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം നിങ്ങൾക്ക് ഒരു പാർട്ട് മാത്രവും എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഡാറ്റകൾ ആ ഒരു ഭാഗത്ത് മാത്രമുള്ള ഡാറ്റകൾ ചൂസ് ചെയ്യണം. അതെങ്ങനെയെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളെ. എ മുതൽ ബി വരെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ഇനീഷ്യൽ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി 20 ആണല്ലോ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 20. ബി ആണ് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത ഫൈനൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൽ പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്തായി? 0. ആക്സിലറേഷൻ, മുകളിലേക്കുള്ള മോഷനിൽ എപ്പോഴും ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. -9.8 എന്ന് എടുക്കാം. ചില ക്വസ്റ്റ്യനിൽ ഇത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി -10 ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. പ്രോബ്ലം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ക്വസ്റ്റ്യനിൽ ഇത് തരും, നിങ്ങൾ GA 9.8 എടുക്കേണ്ട 10 ആക്കി എടുത്തോളൂ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമുക്ക് വേണ്ടത് എ മുതൽ ബി വരെയുള്ള S എത്ര എന്നൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയായിരുന്നു, V² = U² + 2AS.
ഇക്വേഷൻസ് നമുക്ക് ഏതും യൂസ് ചെയ്യാം. ഏതും ഇക്വേഷൻ തെറ്റിപ്പോവരുത്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡാറ്റകളും തെറ്റിപ്പോവരുത്. ഇവിടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ട് ഈ റേഞ്ചിൽ എസിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി 25 മീറ്റർ എന്ന് കൊടുക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറയുമ്പോൾ അത് 25 ആണ്. നമുക്ക് 25 വേറൊരു ഡാറ്റ അല്ലേ തന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഡാറ്റ എടുത്തിട്ട് ക്വസ്റ്റ്യനിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇവിടെ നമ്മൾക്ക് വേണ്ട ഈ എസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു ദൂരമാണ്. അത് തന്നിട്ടില്ല, അത് നമ്മൾ കാണാൻ പോവാം. നോക്കാം. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ, സോ 0 ഈസ് ഈക്വൽ ടു u സ്ക്വയർ, ദാറ്റ് ഈസ് 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം നമ്മൾ കൊടുക്കുന്നു -10 ഇൻറ്റു എസ്. അപ്പോൾ ഇത് ടോട്ടലി ഒരു നെഗറ്റീവ് ടേം ആയില്ലേ? ഇത് -20s അല്ലേ? അത് ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 20s എന്നാവും. 20s ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ. ഒരു 20 നമുക്ക് കട്ട് ചെയ്യാം. വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. s ഈക്വൽ ടു 20 മീറ്റർ. അത് ഏത് എസ്സാ? ഇവിടം തൊട്ട് ഇവിടം വരെ ആ ബോഡി പൊങ്ങിയത് വീണ്ടും ഒരു 20 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ടോട്ടൽ ഹൈറ്റ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 25 ഇവിടെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടി 20 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 25 പ്ലസ് 20, സോ ടോട്ടലി ദാറ്റ് വിൽ ബി 45 മീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതായിരിക്കും ആ ബോഡി പോകുന്ന ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ബോഡി മുകളിൽ പോയി ഗ്രൗണ്ട് വരെ എത്താനുള്ള ടോട്ടൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ടോട്ടൽ ടൈം എന്ന് കേൾക്കുമ്പോൾ പലരും ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. പലരും ഇതെന്ന് പറയുമോ, ഈ മോഷനെ 2-3 പാർട്ടായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്തതുപോലെ എ മുതൽ ബി വരെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന് വേണ്ട ഒരു ടൈം കണ്ടുപിടിക്കുന്നു. ദെൻ ചില ആൾക്കാർ അതിന് അടുത്തത് ഇവിടെ മുതൽ ഇവിടെ വരെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ അവിടെ തൊട്ട് ഇവിടെ വരെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ 3 സ്പ്ലിറ്റ് നടത്തുന്നു. ടൈം 1, ടൈം 2, ടൈം 3 കാണുന്നു, എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ഒരു മെത്തേഡാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിൾ മെത്തേഡ്. വളരെ സിമ്പിൾ മെത്തേഡിൽ ഇങ്ങനെ ഒരു ബോഡിയെ ഇവിടുന്ന് എറിഞ്ഞ് ഇവിടത്തേക്ക് എടുക്കുമ്പോൾ എ മുതൽ സി വരെയുള്ള A to C ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യും. ഓക്കെ, എന്തായിരിക്കും ടോട്ടൽ മോഷന്റെ? അപ്പോൾ തുടക്കം ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. ടോട്ടൽ മോഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 20. ക്ലിയർ? അടുത്തത് ടോട്ടൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സിമ്പിൾ പോയിന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ. ഡിസ്പ്ലേസ്മെന്റോ ഇവിടുന്ന് ഇവിടത്തേക്കാണോ, പിന്നെ ഇത്രയാണോ, ഇത്ര ദൂരമല്ല ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്, ഇവിടെ അല്ലേ അവസാനിച്ചത്. അപ്പോൾ മുകളിൽ പോയതും വന്നതും വളഞ്ഞതും ഒന്നും നമ്മൾ നോക്കണ്ട. ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ഉണ്ട് നോക്കിയാൽ മതി. അത് ആക്ച്വലി ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ലേ. പക്ഷെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ബോഡി മുകളിലോട്ട് പോയി പിന്നെ തിരിച്ചു വന്നതാ. അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ -25 എന്നെടുക്കണം. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹൈറ്റിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞ് ദെൻ ഗ്രൗണ്ടിൽ എത്തുന്ന എല്ലാ സിറ്റുവേഷൻസിലും ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ -25 കൊടുക്കണം. കാരണം ബോഡി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. ദെൻ ആക്സിലറേഷൻ എടുക്കുമ്പോഴും ഒരു കൺഫ്യൂഷൻ വരാം. അപ്വേർഡ് ജേണിയുമുണ്ട്, ഡൗൺവേർഡ് ജേണിയുമുണ്ട്. അപ്വേർഡിൽ നമ്മൾ ആക്സിലറേഷൻ -g എന്നാണ് പറയുക അല്ലേ, ഡൗൺവേർഡിൽ +g എന്ന് പറയുക. അപ്പോൾ അപ്പും ഡൗണും ഒന്നിച്ചു വന്നാലോ, അവിടെ നമ്മൾ നോക്കേണ്ടത് ബോഡി ആദ്യം എങ്ങോട്ട് പോയി എന്നാ. ബോഡി ആദ്യം പോയത് മുകളിലേക്കല്ലേ, അപ്വേർഡ്സ് ആയതുകൊണ്ട് എ എടുക്കുന്നു -g അല്ലെങ്കിൽ -10. നമുക്ക് വേണ്ടത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ടോട്ടൽ ടൈം എത്ര എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻ ദ ഇക്വേഷൻ s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ കിട്ടുന്ന ടൈം ഓൾറെഡി ടോട്ടൽ ടൈം ആയിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ മുറിച്ച് കാണേണ്ട ആവശ്യമില്ല. ടോട്ടൽ മോഷൻ എടുത്തത് കൊണ്ട് ഈ ടൈമും ടോട്ടൽ ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എസിന് പകരം കൊടുക്കാം -25 ഈസ് ഈക്വൽ ടു ut, അതായത് 20t.
ഓക്കെ, ഹാഫ് എക്ക് പകരം -10, അപ്പോൾ -12 × 10 × t². ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വേഷന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് -25 is equal to 20 ഹാഫും 10ഉം കട്ട് ചെയ്താൽ -5 ആയില്ലേ? അപ്പോൾ 20t -5 t². ഇതിന് നമുക്കൊരു t² ഉള്ള ടിക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഞാൻ ഇതിന് എഴുതാൻ പോവാണ്. ഈ 5t² ഇപ്പുറത്തേക്ക് മാറ്റാം, അപ്പോൾ മൈനസ് മാറി പ്ലസ് ആയി. 20t ഇപ്പുറത്തേക്ക് മാറ്റാം, അപ്പോൾ +20t ഇപ്പുറം വരുമ്പോൾ -20t ആയി. ദെൻ ഓൾറെഡി ഇവിടെ ഒരു -25 ഉണ്ട്, സോ -25 is equal to 0. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ ഇതിവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ t² ആയി. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -40 ആയി. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -5 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0/5, ദാറ്റ് ഈസ് 0. ഇങ്ങനെയുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. t is equal to -b ± √b² - 4ac divided by 2a. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആൻസറിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -b. b എന്ന് പറയുന്നത് 4 ആണ്, അപ്പോൾ b എന്ന് പറയുന്നത് -4 ആണ്, അപ്പോൾ -b എന്ന് പറയുമ്പോൾ 4 ± √b², അതായത് -4ന്റെ സ്ക്വയർ 16 -4 × a × c. c എന്ന് പറയുന്നത് -5, അപ്പോൾ -4 × ഇവിടെ a യുടെ സ്ഥാനത്ത് 1 ആണ്, c യുടെ സ്ഥാനത്ത് -5 ആണ്, അപ്പോൾ -4 × -5, അപ്പോൾ +4 × 5, ദാറ്റ് ഈസ് +20 divided by 2 × a is again 1. That is equal to 4 ± √16 + 20, 36 divided by 2. That is equal to 4 ± √36, 6 divided by 2. അപ്പോൾ രണ്ട് ആൻസർ ആയി. 4 + 6 10/2 or 4 - 6 -2/2. -2/2 എന്ന് പറയുമ്പോൾ ടൈം നെഗറ്റീവായി. ടൈം ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല, അപ്പോൾ ആൻസർ ഇല്ല. സോ 10/2 ആൻസർ ഈസ് 5 സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഈ ഫോർമുല നമുക്ക് പല ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്തത്. ഒരുപാട് വലിയൊരു ചാപ്റ്ററാണ്. ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗം മാത്രം പിക്ക് ചെയ്ത് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം കുറച്ച് ലെങ്തി ആയിപ്പോയോ എന്ന് ചിലരൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ തിയറി ഡിസ്കഷനും ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനും ഒക്കെ ആകുമ്പം എങ്ങനെ നമ്മൾ നോക്കിയാലും ആ വീഡിയോയ്ക്ക് ഒരു 20-30 മിനിറ്റ് അല്ലാതെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു 5-6 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. അപ്പോൾ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ലെവൽ 1 എന്ന് പറഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആണ്. ഓരോ ചാപ്റ്ററിലെയും ആദ്യം ഇങ്ങനെ കുറേ വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഇനിയും വരും, ഇതിൽ ഡിസ്കഷൻ തീർന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററിനെയും ആദ്യം ഒരു പെരിഫറലായിട്ട് ആദ്യം ഒന്ന് പരിചയപ്പെടുക. ദെൻ അടുത്ത ലെവലിലേക്ക് ഈ ചാപ്റ്ററിൽ തന്നെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, തൽക്കാലം ബൈ പറയാണ്. വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസ് നിങ്ങൾ പറയണം, കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ബൈ ബൈ.